ഇന്ന് നമുക്ക് മഞ്ഞളിൻ്റെ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മഞ്ഞളിൻ്റെ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ എങ്ങനെയാണെന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാമേ. ആദ്യം അതിന് വേണ്ടുന്നത് നമുക്ക് കടുകെണ്ണയാണ്. കടുകെണ്ണയാണെങ്കിൽ കടുകെണ്ണയിലാണ് അച്ചാർ ഇടുന്നത്. ഈ അച്ചാർ നമുക്ക് 1 വർഷം വരെ കേടുകൂടാതിരിക്കും. അഴുക്കകത്തേയില്ല. മഞ്ഞൾ ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. ഇപ്പം ഇതൊരു നോർത്ത് ഇന്ത്യൻ അച്ചാറാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കടുകെണ്ണ ഒരു പാത്രത്തിലോട്ട് ചൂടാക്കാൻ വേണ്ടി അത് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പം 1/2 ലിറ്റർ കടുകെണ്ണയുണ്ട്. ഈ കടുകെണ്ണ നമ്മൾ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ആറിയതിന് ശേഷം നമ്മളിത് അച്ചാറിനകത്ത് ഒഴിച്ചു കൊടുക്കാവൂ. ചൂടോടെയും ഒഴിക്കരുത്, ചൂടോടെ ഒരിക്കലും അച്ചാറിനകത്ത് ഒഴിക്കരുത്. അതുപോലെ തന്നെ പച്ചയും ഒഴിക്കരുത്. പച്ച ഒഴിച്ചു കഴിഞ്ഞാൽ പച്ചയുടെ ഒരു ചുവയും പച്ച കടുകെണ്ണയുടേതായ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് പച്ചയും ഒഴിക്കരുത്. ഇത് നല്ലതുപോലെ ആറിയതിന് ശേഷം മാത്രമേ നമ്മളിത് കടുകെണ്ണ ഇതിനകത്ത് ഇടാവൂ, അച്ചാറിൽ ഒഴിക്കാവൂ. ഇതിപ്പം നല്ല ചെറുതായിട്ട് ചൂടായിട്ട് തന്നെ നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട്. ബബിൾസൊക്കെ കണ്ടില്ലേ വരുന്നുണ്ട്. തിളയ്ക്കണമെന്നില്ല, നല്ലതുപോലെ ഒന്ന് ചൂടായാൽ മതി. ഇതിപ്പോൾ ഇതിൻ്റെ ചൂടിലേക്ക് വരികയാണ്, ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് തണുത്തതിന് ശേഷം നമുക്ക് അച്ചാറുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിനകത്ത് നമ്മുടെ മുളക് പൊടിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ കായപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഫ്രഷായിട്ടുള്ള ഇതാണ്. ഇതെല്ലാം കൂടെ അതുപോലെ തന്നെ കടുക് ചതച്ചതുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഉലുവയുടെ സീഡ്സും അതും പൊടിച്ചത്, ഇതെല്ലാം കൂടാണ് ഇത്. പിന്നെ അത് കൂടാതെ നമ്മൾ കുറച്ച് മുഴുവനായിട്ടുള്ള കുറച്ച് ഉലുവയും കൂടെ ഇടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ചതച്ച് കുറച്ച് പെരിഞ്ജീരകമാണ്. ഇതെല്ലാം കൂടാണ് ഈ അച്ചാറിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് നേരം ഞാൻ വെയിലത്ത് വെച്ച് ഇതിനകത്ത് വെള്ളം ഒന്ന് കുറച്ച് പറ്റണമായിരുന്നു. വെള്ളത്തോടുകൂടെ വെള്ളം നനവുണ്ടായിരിക്കരുത് നമ്മൾ അച്ചാറിടുമ്പോൾ. അതുകൊണ്ട് ഇത് വെയിലത്ത് വെച്ചതുകൊണ്ട് ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റും അതുപോലെ തന്നെ അരിഞ്ഞ് ഇതും വെയിലത്ത് വെച്ച് ഇതിൻ്റെയും വെള്ളം വറ്റിച്ചതാണ്. ഇത് രണ്ടും കൂടെ മിക്സായിട്ടാണ് ഇടുന്നത്. പിന്നാണെങ്കിൽ നമുക്ക് മഞ്ഞൾ മാത്രമായിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ മാത്രം ഇട്ടാൽ മതി. എനിക്ക് മഞ്ഞൾ മാത്രം അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അല്പം ഗാജറും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നതാണ്. രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിനിടുന്നതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ ആറി ഒട്ടും ചൂടില്ല. അതിനകത്തോട്ട് നമ്മൾ ഈ മസാലകൾ ഇട്ട് കൊടുക്കണം. ഉലുവ ഇങ്ങനെ ഇടുന്നത് അത് ഒത്തിരി നല്ലതാണ്. ഒട്ടും കയ്പില്ല ഉലുവയ്ക്ക്. നമ്മൾ അച്ചാറിലിട്ട ഉലുവ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു ശകലം പോലും കയ്പില്ല. അതുപോലെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇത് ഇട്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മഞ്ഞൾ അതിനകത്തോട്ട് കുറേശ്ശായിട്ട് തട്ടിയിട്ട് കൊടുക്കണം. മഞ്ഞൾ തട്ടിയിട്ട് ഇത് കുറേ നാൾ നമുക്ക് ഡെയിലി ഇത് കഴിക്കണം. മഞ്ഞളിൻ്റെ അച്ചാർ നമ്മൾ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. നോർത്ത് ഇന്ത്യയിലെല്ലാം ഈ തണുപ്പ് സമയമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൽ മഞ്ഞൾ മേടിക്കാൻ കിട്ടും. എല്ലാവരും ഇത് അച്ചാറിട്ട് സൂക്ഷിക്കും. ഓരോ ക്ലൈമറ്റിന് ഇത് നല്ലതാണിത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ക്യാരറ്റും അരിഞ്ഞ് വെച്ച് ക്യാരറ്റും കൂടെ ഇടണം. കടുക് ചതച്ചിടുന്നത് ഇതിനകത്ത് ഒരു മെയിൻ ഇത് നമുക്ക് പുളിയെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് കടുക് ഇതിനകത്ത് നമ്മൾ ചതച്ചിടുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യണം. ആവശ്യമില്ല. ഇത് നല്ല സിമ്പിളായിട്ട് എളുപ്പത്തിന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഈ പൊടികളൊക്കെ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് കിട്ടും. മാർക്കറ്റിൽ കിട്ടത്തില്ലെങ്കിൽ നമുക്കിതെല്ലാം കൂടെ വീട്ടിൽ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെയധികം ഹെൽത്തിന് വളരെയധികം നല്ലൊരു അച്ചാറാണ്.
എണ്ണയാണ് നമുക്ക് മെയിനായിട്ട്. എണ്ണ ഇത് ഈ കടുകെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. അതുപോലെ തന്നെ കടുകെണ്ണ നമുക്ക് ഇതിൻ്റെ നെഹക്കെ കിടക്കണം, ഈ മുങ്ങിക്കിടക്കണം കടുകെണ്ണ. കടുകെണ്ണ നമുക്കിതിൻ്റെ മേളിൽ വേണം. കടുകെണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഇത് എനിക്ക് ഉണ്ട്, നെഹക്കെ ഉണ്ടിത്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. കണ്ടില്ലേ, നല്ല കളറും ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നല്ല മണമുണ്ട് ഇതിൻ്റെ. മഞ്ഞളിൻ്റെ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. ഇത് നെഹക്കെ എണ്ണയുണ്ട്, എന്നാലും ഞാനൊരു ശകലം എണ്ണയും കൂടെ ഒഴിക്കുകയാണ്. നേരത്തെ ചൂടാക്കി തണുപ്പിച്ച് വെച്ച എണ്ണയാണിത്. ഓക്കെ ഗൈസ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടിപൊളി ടേസ്റ്റാണ്.